ചിന്തയ്ക്കായി നമ്മൾ നോക്കുന്നത് ഇന്ന് രാവിലെ സങ്കീർത്തനം 27. ഹല്ലേലൂയ. സങ്കീർത്തനം 27-നകത്തെ കുറച്ച് വാക്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധയ്ക്കായിട്ട് എടുക്കുന്നത്. 27-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ദ ലോർഡ് ഈസ് മൈ ലൈറ്റ് ആൻഡ് മൈ സാൽവേഷൻ, സോ വൈ ഷുഡ് ഐ ബി അഫ്രൈഡ് എന്ന് വായിച്ചേ. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. ഭയപ്പാട് ഒരുപാട്. എന്നിട്ട് അതിന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. സ്തോത്രം. The Lord is my light and my salvation, so why should I be afraid? The Lord is my fortress, protecting me from danger, so why should I tremble? അല്ലേ, നമ്മൾ മനുഷ്യ ജീവിതത്തെ എടുത്ത് നോക്കിയാൽ പലതരം ഭയമുണ്ടല്ലേ. പലതരം ഭയങ്ങൾ പല സമയങ്ങളിൽ മനുഷ്യരെ കയറി പിടിക്കാറുണ്ട്. ചിലപ്പം കുടുംബജീവിതത്തിനകത്തുണ്ടാവുന്ന ഭയമായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ഭയമായിരിക്കാം, ഭാവിയെക്കുറിച്ചുള്ള ഭയമായിരിക്കാം. ചില ഭയം ഒരു സൈക്കോളജിക്കൽ ഫിയർ ആയിരിക്കാം, ഏതെങ്കിലും ഒരു സാഹചര്യത്തിനെ ഭയക്കുന്നുണ്ടായിരിക്കും. എവിടെയെങ്കിലും പോകണമെന്ന് തോന്നുമ്പം ഭയമായിരിക്കും, മനുഷ്യരെ ഭയക്കും അല്ലേ. പല കാര്യങ്ങൾ ഭയത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥകൾ കാണും. ഒരു പുതിയ ജോലിക്ക് കയറുന്നതിന് മുമ്പൊരു ഭയം, അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയോട് ഭയം. ചിലപ്പം അപ്പനമ്മമാർ മക്കളെ ഭയപ്പെടുത്തിയിട്ട് പ്രായമായാലും അപ്പനെയോ അമ്മയോ ഉള്ള ആ ഒരു ഭയം ബഹുമാനമല്ല, പക്ഷേ ഒരു ഭയം, അവരോടൊന്നും പറയത്തില്ല, എടുക്കത്തില്ല, ഭയപ്പാട്. ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞാൽ അപ്പൻ എന്നെ അടിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. കുഞ്ഞുനാളിൽ ഇട്ട് കൊടുക്കുന്ന ചില ഭയങ്ങൾ അല്ലേ, ചില നിരാശപ്പെടുത്തുന്ന അവസ്ഥകൾ. ചിലരൊക്കെ പീഡിപ്പിക്കപ്പെട്ട് കാണും പല വിഷയങ്ങളിൽ ഒക്കെ, പല വിധത്തിൽ. അതിൽ നിന്നുണ്ടാവുന്ന ഭയം. അപ്പം തിരുവചനം എന്ന് പറയുകയാണ്, എൻ്റെ ദൈവം എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമായതുകൊണ്ട്, സിൻസ് മൈ ലോർഡ് ഇസ് മൈ ലൈറ്റ് ആൻഡ് മൈ സാൽവേഷൻ, ഞാൻ ആരെയാണ് ഭയക്കേണ്ടത്? ഞാൻ എന്തിന് ഭയക്കണം? സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്നെ ഏതവസ്ഥയ്ക്കകത്തും എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുക, എന്നെ വിടുവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മൾ ഈ ഭയത്തിനെ വീണ്ടും നമ്മൾ നോക്കിയാൽ ചിലവരുടെ ജീവിതത്തിനകത്ത് നിഴല് പോലെ ഭയം കിടക്കും അല്ലേ. ഏതൊരു അവസ്ഥയ്ക്കകത്തു നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത വണ്ണം ഭയം. രോഗിയാകുമോ എന്നുള്ള ഭയം. എൻ്റെ കാല് കഴിയുമ്പോൾ എൻ്റെ മക്കളുടെ അവസ്ഥ എന്തോ ആകും, അല്ലെങ്കിൽ ഭാര്യയുടെ അവസ്ഥ എന്താവും, ഭർത്താവിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ള ഭയം. മക്കളെ എവിടെയെങ്കിലും വിട്ടാൽ ഭയം അല്ലേ. പക്ഷേ ഇന്ന് ഈ ഭയത്തിനെ എല്ലാം അതിജീവിക്കാനായിട്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് സാധിക്കും. ഹല്ലേലൂയ. ഭയത്തിനെ എല്ലാം നിർവീര്യമാക്കാൻ, ഇന്നൊന്ന് പറഞ്ഞ്, ഭയത്തിനെ നിർവീര്യമാക്കി എൻ്റെ കർത്താവ്. സ്തോത്രം. തിരുവചനം നമ്മളോട് പറയുന്നു, റോമാക്കാരുടെ ലേഖനം നമ്മൾ നോക്കിയാൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, നമ്മളിനിയും നമ്മളിനിയും ഭയത്തിന് അടിമകളല്ല. വി ആർ നോട്ട് സ്ലേവ്സ് ടു ഫിയർ. ഹല്ലേലൂയ. നമ്മളിനിയും ഭയത്തിന് അടിമകളല്ല. പക്ഷെ നമ്മൾ ആരുടെ അടിമയായി? ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടിമകളും ഒക്കെയാണ്. സ്തോത്രം. അപ്പം ഒരേ സമയം പിശാച് കൊണ്ടിടുന്നത് ഭയം, പിശാചിൻ്റെ അടിമയും അതേസമയം തന്നെ കർത്താവിൻ്റെ അടിമയും ആയി തീരാൻ പറ്റത്തില്ല. ആരുടെയെങ്കിലും ഒരാളുടെ അടിമയാകാനേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? ഈ സ്നേഹത്തിൽ, ക്രിസ്തുവിനോടുള്ള ആ സ്നേഹത്തിൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുക. ക്രിസ്തുവിനോടുള്ള ആ സ്വാതന്ത്ര്യം, ക്രിസ്തുവിനകത്തുള്ള സ്വാതന്ത്ര്യം നമ്മളെ ക്രിസ്തുവിലോട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞേ, ഞാൻ ഭയത്തിന് അടിമയല്ല. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് സ്നേഹത്തിന് അടിമയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം യേശു കർത്താവ് നമ്മളെ സകല ഭയത്തിൽ നിന്നും സകല നിരാശയിൽ നിന്നും വിടുവിക്കുന്നു. ഇന്ന് ഞാൻ പറയട്ടെ, ആരെങ്കിലും ഏതെങ്കിലും ഒരു ഭയത്തിൻ്റെ
കീഴിലിരിപ്പുണ്ടെങ്കിൽ ഈ വചനം ഏറ്റെടുക്കണം. ദാവീദിൻ്റെ സങ്കീർത്തനമായത്. ദാവീദ് പറഞ്ഞു, ദൈവം എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും, ഹല്ലേലൂയ, എൻ്റെ കോട്ടയും, എന്നെ സകല ഭയത്തിൽ നിന്നും വിടുവിക്കുന്നതായതിനാൽ ഞാൻ എന്തിന് ഭയക്കണം? ഞാൻ ആരെ ഭയക്കണം? സ്തോത്രം. ഇന്ന് പറഞ്ഞ് എനിക്കൊന്നിനെയും ഭയമില്ല. ഹല്ലേലൂയ. എൻ്റെ ഭയം, നിങ്ങളുടെ ഭയം സകലതും, എല്ലാ ഭയവും നിരാശയും എന്നേക്കുമായി യേശു കർത്താവ് അതിനെ തോൽപ്പിച്ചു, അതിനെ നശിപ്പിച്ചു. ഹല്ലേലൂയ. ഭയത്തിനെ ഇല്ലായ്മപ്പെടുത്തി. ഇനിയും ഭയത്തിന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്ഥാനമില്ല. ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിനെക്കുറിച്ച് ഓർക്കുമ്പോഴോ, സാഹചര്യം ഓർക്കുമ്പോഴോ, അടുത്ത ദിവസം എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ഓർക്കുമ്പോൾ, ആരെങ്കിലും കാണണമെന്നൊക്കെ ഓർക്കുമ്പോൾ ഭയം അകത്ത് കയറി വരുന്നുണ്ടോ? ആ ഭയത്തിനെ യേശുവിൻ്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ ഭയത്തിനെ അതിനെ നിർവീര്യമാക്കി കളയണം. സ്തോത്രം. എന്നിട്ട് അതിൻ്റെ 3-ാം തിരുവചനം, സങ്കീർത്തനം 27-3 തിരുവചനം പറയുക, though a mighty army surrounds me, my heart will not be afraid. Even if I am attacked, I will remain confident. കണ്ടോ? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ആമേൻ. സ്തോത്രം. എന്ന് പറഞ്ഞ് നിർഭയം ആയിരിക്കും. ഹല്ലേലൂയ. നിർഭയമായിരിക്കും. എൻ്റെ അകത്ത് ഭയം ഉണ്ടാകത്തില്ല. ഒരു സൈന്യം മൊത്തം പാളയം അടിച്ചാലും ഞാൻ അറിയേണ്ട ഒരു കാര്യം, എൻ്റെ ചുറ്റിനും വേറൊരു സൈന്യം നിപ്പുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ചുറ്റിനും സ്വർഗീയ ദൂതന്മാർ. നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? പലപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ നീ എൻ്റെ ചുറ്റിനും തീമതിലായി നിൽക്കണേ എന്ന്. തീമതിലായി നിപ്പുണ്ടെന്നേ കർത്താവ്. എൻ്റെ ചുറ്റിനും ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. എൻ്റെ ചുറ്റിനും സ്വർഗീയ സൈന്യമുണ്ട്. ഊരിപ്പിടിച്ച വാളുമായിട്ട് എൻ്റെ കർത്താവിൻ്റെ സൈന്യം, ഹല്ലേലൂയ, സ്വർഗീയ ദൂതന്മാർ എൻ്റെ ചുറ്റിനുമുണ്ട്. സംശയമുണ്ടോ? വചനം മൊത്തം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. യേശു കർത്താവിൻ്റെ വാമൊഴിയാൽ യേശു പറഞ്ഞു, ഞാനിപ്പം പോകുക, ഞാൻ പോയിട്ട് അവിടെ പോയിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ വരാൻ പറഞ്ഞു വിടും. യേശു കർത്താവ് പിന്നെ ലേഖനങ്ങൾക്കകത്ത് വന്നപ്പം എന്താ പറഞ്ഞത്? ഹല്ലേലൂയ, നമ്മൾ സ്വർഗത്തിലെ ഭവനക്കാരാ. നമ്മളെ സ്വർഗത്തിൽ യേശുവിൻ്റെ ഒപ്പം ഇരുത്തിയിരിക്കുക. യോഹന്നാൻ സുവിശേഷത്തിനകത്ത് പറയുന്നു, യേശു നമ്മളുടെ അകത്തും നാം യേശുവിൻ്റെ അകത്തും ഇരിക്കുന്നു. പിന്നെ ഭയം വരുമ്പോൾ ഭയത്തിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞ്, ഭയത്തിന് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. ഹല്ലേലൂയ. ഒരു അല്പം പോലും എൻ്റെ ജീവിതത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. ഹല്ലേലൂയ. ഞാൻ ഒന്നിനെയും ഭയപ്പെടില്ല, ഞാൻ ആരെയും ഭയപ്പെടില്ല. ഇന്ന് ഭയപ്പെടണമെങ്കിൽ ഒറ്റയൊരെണ്ണം മാത്രമേ ഉള്ളൂ, യേശുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിച്ചാൽ മതി. ദൈവത്തിനെ മാത്രം, ബഹുമാനത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഉണ്ടാവുന്ന ഭയം മാത്രം. യേശുവിനെ സ്നേഹിച്ചാൽ, ദൈവത്തിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ, ഹല്ലേലൂയ, ഇന്ന് ഈ ഭൂമിയിൽ വേറെ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അവിടെ ദാവീദ് പറയുക, ഒരു സൈന്യം മൊത്തം എൻ്റെ ചുറ്റിനും ഇറങ്ങിയാൽ എനിക്ക് ഭയമില്ല. ഇനി ഞാൻ ധൈര്യമായിട്ട് നിൽക്കും. എന്താണെന്നറിയോ? ഹല്ലേലൂയ. ചുറ്റിനും ഒരു തീമതിലായി സൈന്യം ഇറങ്ങുന്ന ദാവീദിനറിയാം. ഹല്ലേലൂയ. ഗോലിയാത്തിനെ വീഴ്ത്താനായിട്ട് പോകുമ്പോൾ ദാവീദിൻ്റെ കയ്യിൽ ഒരു ആയുധവുമില്ല. ആകെ അവിടുന്ന് നിന്ന് പെറുക്കിയെടുത്ത 5 കല്ലുണ്ട്, ഒരു സ്ലിങ്ങുമുണ്ട്. ഹല്ലേലൂയ. ഇതും കൊണ്ടാണ് പോയത്. ദാവീദിനറിയാം, ദൂതന്മാർ ചുറ്റിനും ഉണ്ടായിട്ടാ ദൂതൻ്റെ ചിറകയിലോട്ട് ഒരു പാറക്കഷ്ണം ഒരു കല്ലിൻ്റെ കഷ്ണം വഹിച്ചാണ് ഗോലിയാത്തിനെ വീഴ്ത്തിയെന്ന് ദാവീദിനറിയാം. ആ കൊച്ചു പയ്യനായിട്ടിരുന്ന ദാവീദ് പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ വരുന്നത് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം, കർത്താവിൻ്റെ നാമം ഉയർത്തിപ്പിടിച്ച് ദാവീദ് അവിടെ ചെന്നപ്പം ദാവീദിനൊരു കാര്യം അറിയാം. ഹല്ലേലൂയ. ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിലാണ് എന്ന് പറയുമ്പം സൈന്യത്തിൻ്റെ നായകനായ കർത്താവ് ചുറ്റിനും നിൽക്കുന്ന ദൂതന്മാരെ കമാൻഡ് കൊടുക്കും. അവൻ എടുത്തെറിയുന്ന കല്ലേലോട്ട് ദൂതൻ ആ കല്ലിനെ വഹിക്കണം. കല്ലിനെ വഹിച്ചിട്ട് വീഴ്ത്തേണ്ടടുത്ത് ചെന്ന്
എത്തിക്കേണ്ടടുത്ത് ചെന്ന കല്ലെത്തിച്ചിട്ട് വീഴ്ത്തേണ്ടവനെ വീഴ്ത്തണമെന്ന്. ഹല്ലേലൂയ. അപ്പം ശത്രു എവിടെയെങ്കിലും തലപൊക്കിയാൽ ചുറ്റിനും നിൽക്കുന്ന ദൂതന്മാർക്ക് അറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ ചുറ്റിനും ഒരു സൈന്യം ഇറങ്ങിയാലും എൻ്റെ ചുറ്റിനും ശത്രു പൊങ്ങിയാലും എനിക്കൊന്നും ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ. എന്താന്ന് വെച്ചാൽ എൻ്റെ ചുറ്റിനും തീമതിലായി എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ നിപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ധൈര്യമായിട്ട് വിളിച്ചു പറയണം, ഞാൻ ഇരിക്കുന്നതിൻ്റെയും ഞാൻ നിൽക്കുന്നതിൻ്റെയും ചുറ്റിനും സ്വർഗീയ സൈന്യങ്ങൾ നിപ്പുണ്ട്, തീയായിട്ട് നിപ്പുണ്ട്. അതാണ് എലീഷ വേലക്കാരനോട് പറഞ്ഞു, വേലക്കാരനെ കുറിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണം, ഇവനൊന്ന് കാണണം. എന്താണ് കാണേണ്ടത്? ചുറ്റിനും നിൽക്കുന്ന തീ മതിലായി നിൽക്കുന്ന സ്വർഗീയ സൈന്യം. ഹല്ലേലൂയ. സ്വർഗീയ ദൂതന്മാർ ഒരിക്കലും നമ്മളെ വിട്ടുപോകുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ഉൾക്കണ്ണൊന്ന് തുറക്കട്ടെ, എനിക്കിതൊന്ന് കാണാൻ, എനിക്കിതൊന്ന് തിരിച്ചറിയാൻ എന്നെ ഒന്ന് സഹായിക്കണം. ഏതെങ്കിലും വിഷയത്തെ ഓർത്ത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, മനുഷ്യരെ ഓർത്ത്, ചുറ്റിനും ശത്രുക്കളാണെന്നൊക്കെ ഓരോരുത്തർ വാതുറന്നങ്ങ് വിട്ടങ്ങ് പറയും. ഹല്ലേലൂയ. അങ്ങനെയൊന്നും പറയാൻ നിൽക്കേണ്ട. എവിടെ ആരുണ്ടെങ്കിലും ചുറ്റിനും സ്വർഗീയ സൈന്യമുണ്ട്. ഹല്ലേലൂയ. അവരുടെ ഊറിപ്പിടിച്ച വാളുമായിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 5-ാം തിരുവചനം, 27:5 സങ്കീർത്തനം, for he will conceal me there when trouble comes, he will hide me in his sanctuary, he will place me out of reach on a high rock. എന്ന് വായിച്ചേ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ആമേൻ. സ്തോത്രം. കണ്ടോ, പ്രശ്നം വരുമ്പോൾ എന്നെ എവിടാ? ഹല്ലേലൂയ. എന്നെ ഉയർത്തിപ്പിടിക്കും, എന്നെ പൊക്കി വെക്കും, എന്നെ ഒരു പാറയുടെ മേളിൽ കയറ്റി വെക്കും. ഏത് പാറയാണെന്നറിയോ? ക്രിസ്തുവായ പാറയുടെ മേളിൽ, ഞാൻ പറയും ക്രിസ്തുവായ പാറയുടെ ഉള്ളിൽ എന്നെ കയറ്റി വെച്ച് എന്നെ സംരക്ഷിക്കും. ഹല്ലേലൂയ. ചുറ്റിനും എത്ര വിഷയം വന്നാലും, മൂടിക്കളയുന്ന വിഷയം വന്നാലും, വിഷയത്തിൻ്റെ മേളിൽ കയറ്റി പിടിച്ച് നിർത്തുന്ന ഒരു കർത്താവാ എനിക്കുള്ളത്. ഹല്ലേലൂയ. ഒന്നിനെയും കുറിച്ചും വിഷമിക്കേണ്ട. കർത്താവിൻ്റെ ഉള്ളിനകത്ത്, അല്ലേ, he will conceal me there when trouble comes, he will hide me in his sanctuary, he will place me out of reach on a high rock. ആരും അവിടെ ഇരുന്നൊന്നും പറയല്ലേ, ശത്രുവിൻ്റെ കളിയ, ശത്രു വന്നിട്ട് ഇളക്കിയിരിക്കുന്ന, ഇതങ്ങനെ ചെയ്തിരിക്കുന്ന എന്നൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ. അല്ലേ, ഞാൻ പറയട്ടെ, ഒരു വലിയ ബാരിക്കേഡ് കടന്നിട്ട് വേണം ശത്രുവിനൊക്കെ കയറി വന്ന് നിങ്ങളെയും എന്നെയൊക്കെ തൊടണമെങ്കിൽ, വിശ്വസിക്കുന്നെങ്കിൽ, അല്ലയ കർത്താവിൽ വസിക്കുന്നെങ്കിൽ, അല്ലയ യേശു പറഞ്ഞതുപോലെ കർത്താവിനോട് പറ്റിച്ചേർന്ന ജീവിക്കുന്നെങ്കിൽ, ഞാൻ പറയട്ടെ, ഒന്നിനും ആർക്കും ഹല്ലേലൂയ തൊട്ട് കളിക്കാൻ പറ്റത്തില്ല, എന്നെയും നിങ്ങളെയും. ഹല്ലേലൂയ. എനിക്കത് നല്ല ധൈര്യമുണ്ട്. ഇന്നൊന്ന് പറഞ്ഞേ, എന്നെ ഒരു ശത്രുവിനും തൊടാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞേ. അല്ലേ, എന്നെ കർത്താവിൻ്റെ ചിറകിൻ്റെ അകത്ത്, എന്നെ കർത്താവിൻ്റെ അകത്ത്, എന്നെ പാറയുടെ അകത്ത് എന്നെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ആരും തൊടാതെ വണ്ണം എന്നെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഹി വിൽ പ്ലേസ് മീ ഔട്ട് ഓഫ് റീച്ച് ഓൺ എ ഹൈ റോക്ക്. ഹല്ലേലൂയ. വലിയ പാറയുടെ മേളിൽ എന്നെ മാറ്റി വെക്കും, ആർക്കും തൊടാൻ പറ്റാത്ത വണ്ണം. ഞാൻ പറയും ഗ്ലോറിയസ് ഡിസ്പ്ലേ ആക്കി വെക്കും. ഹല്ലേലൂയ. മറ്റുള്ളവർ കാണുമ്പോൾ കണ്ണ് തള്ളുന്ന വണ്ണം വലിയൊരു അടയാളമാക്കി വെക്കും. അങ്ങനെ ഉയർത്തിപ്പിടിക്കും. സ്തോത്രം. അതിൻ്റെ 10-ാം തിരുവചനം, സങ്കീർത്തനം 27:10, ഈവൻ ഇഫ് മൈ ഫാദർ ആൻഡ് മദർ അബാൻഡൻ മീ, ദി ലോർഡ് വിൽ ഹോൾഡ് മീ ക്ലോസ്. എന്ന് വായിച്ചേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപേക്ഷിച്ച് കഴിഞ്ഞ് ഒടുവിൽ ഉപേക്ഷിക്കുന്നതാ അപ്പനും അമ്മയും. സ്തോത്രം. അവരുപേക്ഷിച്ചാൽ പോലും വെച്ചാൽ അപ്പനും അമ്മയും ഉപേക്ഷിക്കുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷേ അങ്ങനെ പോലും ഉപേക്ഷിച്ചതെന്ന് വെച്ചാൽ സകലരും ഉപേക്ഷിച്ചു, സകലരും തള്ളിക്കളഞ്ഞു, ആർക്കും വേണ്ട നിന്നെ. എന്നാലും കർത്താവ് ഉറപ്പും പറയാം, ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല കുഞ്ഞെ. അല്ലേ, ഈ ലോകത്ത് ആര് നിന്നോട് പറഞ്ഞാലും നിന്നെ എനിക്ക് ഇഷ്ടം
ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, കർത്താവ് വന്ന് മാറോട് ചേർത്ത് പിടിക്കും. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ചില കുടുംബ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, ചില ജീവിതങ്ങൾ, ചില സ്ത്രീകൾ ഇങ്ങനത്തെ ഒരു വാക്ക് കേട്ടിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മുറിവേറ്റവരുണ്ട്. എന്ന് പറഞ്ഞാൽ ഭർത്താവ് വാ തുറന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നിന്നെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് നിന്നെ വേണ്ട എന്ന്. ആ വേദന ഏറ്റിട്ട് അതിൻ്റെ മുറിവിൽ നിന്ന് ഭയങ്കര നിരാശ അനുഭവിക്കുന്ന ഏതോ സ്ത്രീ ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവെന്ന് പറയുക, ഞാൻ നിൻ്റെ വേദന ഒപ്പിയെടുത്ത് മാറ്റി, ഞാൻ നിന്നെ എൻ്റെ മാറോട് ചേർത്ത് വെക്കുക. ഹല്ലേലൂയ, നിരാശപ്പെടല്ലേ. ഹല്ലേലൂയ, ഒറ്റയ്ക്കല്ല കേട്ടോ. ഹല്ലേലൂയ, ലോകത്ത് ഏതെങ്കിലുമൊക്കെ മനുഷ്യർ ഒരു തവണയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉറപ്പായിട്ടും എൻ്റെ കർത്താവ് പറയുക, ഹല്ലേ, ഞാൻ നിന്നെ മാറോട് ചേർത്ത് വെക്കുക. ആരുപേക്ഷിച്ച് കളഞ്ഞാലും, ആര് തള്ളിക്കളഞ്ഞാലും, നീ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോയാലും, സ്തോത്രം, ഹല്ലിയ, ഏത് സാഹചര്യത്തിനകത്തും അങ്ങനെയൊക്കെ മുറിവേറ്റിട്ടുണ്ടോ? ഇന്ന് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ല, പല മനുഷ്യരുടെ കയ്യിൽ നിന്ന് അങ്ങനെ അവരൊക്കെ തള്ളിക്കളഞ്ഞു. നീ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞു, നിന്നെ ഇനിയും വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു, നീ എന്തോ ഇനി കൊള്ളും എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് അതിൻ്റെ വേദനയും മുറിവുകളും അകത്ത് കിടപ്പുണ്ടെങ്കിൽ ഇന്നെൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും ഹല്ലേലൂയ, ആ മുറിവുകളെ മായ്ച്ചു കളയാൻ, ആ വേദനകളെയും നൊമ്പരങ്ങളെയും ഒപ്പിമാറ്റാൻ. എന്നിട്ട് കർത്താവ് അവിടെ പറയുന്നു, ഞാൻ നിന്നെ, ഐ വിൽ നോട്ട് അബാൻഡൺ യു, ഐ വിൽ ഹോൾഡ് യു ക്ലോസ്. ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി കളയത്തില്ല. അവരൊക്കെ നിന്നെ ഒറ്റയ്ക്കാക്കി കളഞ്ഞാലും ഞാൻ എവിടെ പോകും കർത്താവേ എന്ന് ചോദിച്ചാലും ഹല്ലേലൂയ, എൻ്റെ ദൈവം കൂടെ ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഏത് പ്രതിസന്ധി വന്നാലും ഹല്ലേലൂയ, ചിലപ്പം പ്രതിസന്ധി വരുമ്പോഴാ ബന്ധുക്കാരും സ്വന്തക്കാരും കൂട്ടുകാരും ഒക്കെ ആരാണെന്ന് തിരിച്ചറിയുന്നത് അല്ലേ? ആ സമയത്തൊക്കെ ആരും തിരിഞ്ഞു നോക്കാതെ, അഥവാ തിരിഞ്ഞു നോക്കിയെങ്കിൽ കുറ്റവും പറഞ്ഞ് വേണ്ടാത്തതും പറഞ്ഞ് പ്രാഗുകയും, നീ ഇങ്ങനൊക്കെ നീ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് അതിനെയെല്ലാം മായ്ച്ചു കളയുക. ഹല്ലേലൂയ, ഇന്നത് വിശ്വസിക്കണം. ഹല്ലേലൂയ, എൻ്റെ കർത്താവ് തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ആരെവിടെ കുറ്റം പറഞ്ഞാലും കുറ്റം പറയാതെ മാറോട് ചേർത്ത് വെക്കുന്നവനാ എൻ്റെ കർത്താവ്. സ്തോത്രം, ഹല്ലേലൂയ. ഇതിൻ്റെ 13-ാം തിരുവചനം, yet I am confident I will see the Lord's goodness while I am here in the land of the living. സ്തോത്രം. എന്ന് വായിച്ചേ, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചു. ആമേൻ, സ്തോത്രം. ഞാൻ യഹോവയുടെ നന്മ ഞാൻ കാണും, ഇത് ഞാൻ വിശ്വസിക്കുക. അല്ലേ, ഇത് പറയാൻ കാരണം അതിൻ്റെ തൊട്ട് മുമ്പത്തെ 12-ാം തിരുവചനത്തിനകത്ത് ദാവീദ് പറയുക, ഹല്ലേലൂയ, ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്തു എന്ന് അവരെന്നെ കുറ്റപ്പെടുത്തി. സ്തോത്രം. എന്നിട്ട് പറയുക, അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പം കുറ്റങ്ങൾ ഞാൻ പലവരും പറയും അല്ലേ, ഇന്ന് ഈ വചനം കേൾക്കുമ്പം പലവരും പറയും, ശരിയാ സഹോദരി, ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യം ഞാൻ ചെയ്തു എന്ന് പലവരും എന്നെ കുറ്റപ്പെടുത്തി, ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ആ കല്ല്, അങ്ങനത്തെ പറച്ചിൽ കർത്താവ് ഇന്ന് ഉരുട്ടി മാറ്റുക. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയുക, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ദാവീദ് പറയുക, എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഹല്ലേലൂയ, ഞാൻ ദൈവത്തിൻ്റെ നന്മ ഞാൻ കണ്ടിരിക്കും. ഇന്ന് വാ തുറന്നൊന്ന് പറഞ്ഞേ, ഞാൻ കർത്താവിൻ്റെ നന്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണും. ഐ വിൽ സീ ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ് ഇൻ മൈ ലൈഫ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നന്മ എന്തുവാണെന്നറിയോ? പാലും തേനും ഒഴുകുന്ന നന്മയാണ്. ഹല്ലേലൂയ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹവും സ്നേഹവുമാണ് ദൈവത്തിൻ്റെ നന്മ. ഐ വിൽ സീ ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ നന്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണും, അത് ഉറപ്പാ. കുറ്റം പറഞ്ഞവരുടെ മുൻപിൽ, എന്നെ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ, ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞവരുടെ മുൻപിൽ, ഹല്ലേലൂയ, എന്നെ കുറ്റപ്പെടുത്തിയവരുടെ, തള്ളിക്കളഞ്ഞവരുടെ സകലവരുടെ മുൻപിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മ ഞാനും കാണും, അവരും കാണും. ഹല്ലേലൂയ. ഇവിടാണ് ഹല്ലേലൂയ, എന്നെ കുറ്റപ്പെടുത്തിയവരുടെ മുൻപിൽ മേശ ഒരുക്കുന്ന ദൈവം, എന്നെ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ മേശ ഒരുക്കുന്ന ദൈവം, എന്നെ വേദന
വേദനിപ്പിച്ച് നുള്ളി നോവിച്ചവരുടെ മുൻപിൽ മേശ ഒരുക്കുന്ന ദൈവം. ഹാലലൂയ. ആ മേശയിൽ അത് ശൂന്യമായ മേശയല്ല, പക്ഷേ അതിനകത്ത് എന്നെ കൊണ്ട് കൂട്ടിവെക്കാൻ പറ്റുന്നതിനപ്പുറം നന്മയും കൊണ്ട് കൂട്ടിവെക്കുന്ന ഒരു നല്ല കർത്താവ്. സ്തോത്രം. ഹാലലൂയ. എന്നിട്ട് 14 നമുക്ക് പ്രത്യാശ നൽകുന്നു. 14 നമ്മളോട് ഉപദേശിക്കുന്നു. ഹാലിയ. 14-ാം തിരുവചനം ഉപദേശിക്കുന്നതൊന്ന് വായിച്ചേ. വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ദാറ്റ്. അപ്പം ഇതിനകത്ത് 1 തൊട്ട് 13 വരെയും പറയുന്ന ദാവീദ് പറയാ, എനിക്കറിയാം ഇതിങ്ങനുണ്ട് അങ്ങനെയുണ്ട്, ഞാൻ ഇതനുഭവിക്കും അതനുഭവിക്കും, ആര് പറഞ്ഞാലും ഏത് പറഞ്ഞാലും ഒക്കെ. അതിൻ്റെ 7-നകത്ത് പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നിലവിളി കേൾക്കണേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണേ ഒക്കെ പറയുക. പക്ഷെ 14-നകത്ത് പറയുന്നത് നോക്കിക്കേ, വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ദ ലോർഡ്, ബി ബ്രേവ് ആൻഡ് കറേജിയസ്. യെസ്, വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ദ ലോർഡ്. അപ്പം ഈ നന്മയൊക്കെ അനുഭവിക്കണമെങ്കിൽ ഈ നമ്മൾ 1 വായിച്ചു, 3 വായിച്ചു, 5 വായിച്ചു, 10 വായിച്ചു, 13 വായിച്ചു, ഇതൊക്കെ നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അതൊന്ന് വായിച്ചേ. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ട്. ഇന്നൊന്ന് പറഞ്ഞ ധൈര്യപ്പെടുവേൻ, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഉറപ്പായിട്ടും ചെയ്തെടുക്കും. എൻ്റെ ജീവിതത്തിൽ എന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അത് നടന്നിരിക്കും. ഞാൻ ചുറ്റിനും നടക്കുന്ന വിഷയങ്ങളെ നോക്കി ഭാരപ്പെടാനല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ കർത്താവിൽ പ്രത്യാശ വെച്ച് മുന്നേറാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ പറയാം, ബി ബ്രേവ് ആൻഡ് കറേജിയസ്. ഹല്ലേലൂയ. നമ്മൾ ബ്രേവറിയൊക്കെ നമ്മൾ ഒരു സിംഹമായിട്ട് നമ്മൾ യോജിപ്പിക്കും അല്ലേ? ബ്രേവ് ആസ് എ ലയൺ അല്ലേ? ഒരു സിംഹത്തിനെ പോലെ ധൈര്യശാലി. പക്ഷെ സിംഹത്തിന് ഒന്നിനെയും പേടിയില്ല. ഇന്ന് യൂദാഗോത്രത്തിൻ്റെ സിംഹം എൻ്റെ അകത്ത് വാഴുമ്പോൾ എനിക്ക് എന്തിനെങ്കിലും ഭയമുണ്ടോ? എനിക്ക് ആരെങ്കിലും ഭയമുണ്ടോ? എനിക്ക് സാഹചര്യങ്ങളെ ഭയമുണ്ടോ? ഇന്നൊന്ന് പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് പറഞ്ഞേ, എനിക്ക് ഒന്നിനെയും ഭയമില്ല. ഒന്ന് പറഞ്ഞേ, അല്ലേ, എനിക്ക് ഒന്നിനെയും കുറിച്ചും ഭയമില്ല. എനിക്ക് എന്നെ നിരാശപ്പെടുത്തത്തില്ല. ഭയം എവിടെ നിന്നാണ് വരുന്നത്? മനസ്സിലാവണം, ഭയം ദൈവത്തിൽ നിന്നല്ല, ഭയം യേശുവിൽ നിന്നല്ല. ഇന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിനകത്തോ എന്തിനകത്തെങ്കിലും ഒക്കെ ഭയം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഭയത്തിനെ ഒരു മൈക്രോസ്കോപ്പിൻ്റെ താഴെയോട്ട് വെച്ചിട്ട് പറയണം, ഭയമേ എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല, ഞാൻ നിന്നെ കണ്ടിരിക്കുക, എൻ്റെ കർത്താവിൽ ഞാൻ കണ്ടിരിക്കുക, എൻ്റെ കർത്താവ് നിന്നെയും നിൻ്റെ കൂട്ടരെയും ഒക്കെ കൈകാര്യം ചെയ്തത്, എനിക്ക് ഭയമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനം പറയണം, ഞാൻ ധൈര്യമായിട്ടിരിക്കും, ഞാൻ ക്ഷമയോടെ ഞാൻ കാത്തിരിക്കും, ഞാൻ എൻ്റെ പ്രത്യാശ കർത്താവിലാണ് വെച്ചിരിക്കുന്നത്. എന്നെ ഭയപ്പെടുത്താൻ ആർക്കും സാധിക്കത്തില്ല, എന്നെ നിരാശപ്പെടുത്താൻ ആർക്കും സാധിക്കത്തില്ല. ഭയം കൊണ്ടിരുന്ന കൂട്ടുകാരനാണ് നിരാശ. ഹല്ലേലൂയ. ഡിപ്രഷൻ ഒക്കെ അല്ലേ, സങ്കടം കൊണ്ടിരുന്നത്. ഭയത്തിനെയും നിരാശയും ഒന്നും എനിക്ക് വിഷയമില്ല. ഹല്ലേലൂയ. എൻ്റെ അകത്ത് അത് വാഴത്തില്ല. സ്തോത്രം. കർത്താവിന് മഹത്വം. ഇന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ പ്രത്യാശ കർത്താവിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ധൈര്യപ്പെട്ട് നിൽക്കും. എനിക്ക് ആരെയും ഭയമില്ല, എനിക്കൊന്നിനെയും ഭയമില്ല. എനിക്കാകെ ഭയമുള്ളത് എൻ്റെ ദൈവത്തിനെ മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഭയപ്പെടേണ്ടത് കർത്താവിനെ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിനകത്താണോ, ദൈവം പറയുന്ന കൽപ്പനയ്ക്കകത്താണോ ജീവിക്കുന്നത്? അന്ന് ഒന്നിനെയും ഭാരപ്പെടേണ്ട. ഇന്ന് ഓരോ വിഷയങ്ങളൊക്കെ ഭാരപ്പെട്ടിരിക്കുമ്പം, മനുഷ്യരെയും സാഹചര്യങ്ങളെയൊക്കെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, കർത്താവ് പറഞ്ഞു, ഒരു ആയുധവും നിൻ്റെ നേരെ ഫലിക്കത്തില്ല, ഒരു ആയുധവും ഫലിക്കത്തില്ല എന്ന് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. ശത്രുവിൻ്റെ ആയുധത്തിനെ കീഴ്പ്പെടുത്തിയവനാ. ശത്രുവിൻ്റെ ഒരു ആയുധവും ഫലിക്കത്തില്ലെന്നേ. ഇന്ന് ആയുധങ്ങളെ ഭയന്ന്, കൂടോത്രത്തിനെ ഭയന്ന്, മനുഷ്യരുടെ വാക്കുകളെ ഭയന്നു, അയ്യോ അവർ പറഞ്ഞിട്ടുണ്ടാവും അത് കാരണം എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെട്ടിരിപ്പുണ്ടെങ്കിൽ ഇന്ന് വിളിച്ചു പറയണം, ഒരു ആയുധവും എൻ്റെ നേരെ നിൽക്കത്തില്ല, ഒരു ആയുധവും എനിക്ക് ഫലിക്കത്തില്ല. എൻ്റെ ചുറ്റിനും പാളയമായി ശത്രു ഇറങ്ങിയാലും എനിക്ക് ഭയമില്ല. അല്ലേ, ഞാൻ ക്രിസ്തുവിനകത്താ വാഴുന്നേ. എന്നെ കർത്താവ് പാറയുടെ പുറത്താ ഉയർത്തി നിർത്തിയിരിക്കുന്നേ. എന്നെ കണ്ട് ആയുധം വിറയ്ക്കും, എന്നെ കണ്ട് ശത്രു വിറയ്ക്കും, എന്നെ കണ്ട് സാഹചര്യം വിറയ്ക്കും. ഹല്ലേലൂയ. ഞാൻ മറ്റുള്ളവരുടെ അകത്ത് ഭയം ഇട്ടുകൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം.
ഈശ്വര നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ വചനം കേൾക്കുന്ന ആരുടെങ്കിലും അകത്ത് ഭയം, നിരാശ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഇന്നങ്ങ് ധൈര്യം പകരുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. ഹല്ലേലൂയ. അങ്ങയുടെ ധൈര്യവും ശക്തിയും ഇട്ടുകൊടുക്കുന്നതിനായി സ്തോത്രം. സകലത്തിനെയും അതിജീവിക്കാനായിട്ടുള്ള കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. ഞാൻ ആരെ ഭയക്കേണ്ടു എന്ന് പറഞ്ഞതുപോലെ ധൈര്യപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. കൂടെ ഇരുന്ന് വഴി നടത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.